കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കുക, കോപ്പി ചെയ്യരുത്. കോപ്പി ചെയ്താൽ ബിസിനസ് വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ബിസിനസ്സിൽ കോമ്പറ്റീറ്റർ പലപ്പോഴും ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, അത് നന്നായി വിൽക്കുന്നു. ഉടനെ തന്നെ പൊതുവെ ചെയ്യുന്ന കാര്യം എന്താ? അതേ പ്രൊഡക്റ്റ്, അതേ ഓഫർ, അതേ മാർക്കറ്റിംഗ് സ്റ്റൈല് ഇതൊക്കെ അങ്ങ് കോപ്പി ചെയ്യും. എന്നിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പ്രതീക്ഷിച്ച വിജയം നമുക്ക് കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം ഒരു ബിസിനസ്സിനെ പുറത്തുനിന്ന് കാണുന്ന കാര്യങ്ങൾ പലപ്പോഴും കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവരുടെ വിജയത്തിന് പിന്നിലുള്ള കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്, സിസ്റ്റംസ്, ടീം ക്യാപ്പബിലിറ്റി, ബ്രാൻഡ് ട്രസ്റ്റ്, കോസ്റ്റ് സ്ട്രക്ചർ, അവരുടെ എക്സിക്യൂഷൻ കപ്പാസിറ്റി, ഇതൊന്നും പലപ്പോഴും കോപ്പി ചെയ്യാനായിട്ട് സാധിക്കില്ല. കോമ്പറ്റീറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുന്നതൊന്നും ഒട്ടും തെറ്റല്ല. എല്ലാ ബിസിനസ് ഓണേഴ്സും ശരിക്കും കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തണം. എന്നാൽ അനാലിസിസും ഇമിറ്റേഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അനാലിസിസും ഇമിറ്റേഷനും, ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കോമ്പറ്റീറ്ററെ പഠിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് മാർക്കറ്റ് മനസ്സിലാക്കലാണ് ശരിക്കും. അതിലൊരു തെറ്റുമില്ല. കോമ്പറ്റീറ്റേഴ്സിനെ കോപ്പി ചെയ്യുക എന്ന് പറയുമ്പോഴോ അത് സ്വന്തം ബിസിനസ് ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ്. ഒരു സ്ഥാപനം വിജയിച്ച സ്ട്രാറ്റജി മറ്റൊരു സ്ഥാപനത്തിൽ അതേ രീതിയിൽ വിജയിക്കണമെന്നില്ല. കാരണം അവരുടെ കസ്റ്റമർ വ്യത്യസ്തരായിരിക്കും, അവരുടെ ലൊക്കേഷൻ, അവരുടെ പ്രൈസിങ് പവർ, അവരുടെ ടീമിന്റെ ക്യാപ്പബിലിറ്റി, അവരുടെ ബ്രാൻഡിന്റെ പൊസിഷനിങ്, അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഇതൊക്കെ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജി അതേപടി കോപ്പി ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം, ഇത് നമ്മുടെ കസ്റ്റമറിന് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള കാര്യമാണോ? കാരണം ബിസിനസ്സിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, സ്വന്തം കസ്റ്റമറിനെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കോമ്പറ്റീറ്റർ എന്താണ് വിൽക്കുന്നതെന്ന് മാത്രം നോക്കരുത്, നമ്മുടെ കസ്റ്റമേഴ്സ് എന്താണ് അന്വേഷിക്കുന്നതെന്ന് കണ്ടെത്തുക. അവരുടെ പ്രശ്നം എന്താണ്, അവർക്കിപ്പോൾ ലഭിക്കാത്തത് എന്താണ്, അവർ എന്തിനാണ് കൂടുതൽ പണം നൽകാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന പ്രത്യേക വാല്യൂ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട കാര്യം. കസ്റ്റമറിനെ കോമ്പറ്റീറ്ററിനേക്കാൾ നന്നായി മനസ്സിലാക്കുന്ന സ്ഥാപനത്തിനാണ് ദീർഘകാലത്തിൽ വിജയസാധ്യത കൂടുതലുള്ളത്. ഒന്നാമത്തെ കാര്യം. 2, നിങ്ങളുടെ സ്വന്തം പ്രൊഡക്ട്സ് ആൻഡ് സൊല്യൂഷൻസ് സൃഷ്ടിക്കുക. അതായത് എല്ലാവരും വിൽക്കുന്നത് തന്നെ നമ്മൾ വിൽറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ പൊതുവെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കസ്റ്റമറെ സംബന്ധിച്ച് പ്രൈസ് അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും താരതമ്യം ചെയ്യണത്. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ മാത്രം സവിശേഷതകളല്ലാതെ ചിലപ്പോൾ പ്രൊഡക്റ്റിൽ ഡിഫറൻസിയേഷൻ കൊണ്ടുവരാം. അതുകൂടാതെ സർവീസ്, പാക്കേജിങ്, ഡെലിവറി, കസ്റ്റമർ എക്സ്പീരിയൻസ്, അങ്ങനെ വ്യക്തമായ വ്യത്യാസം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മളെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം ലഭിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നോവേഷൻ എന്നത് എല്ലായ്പ്പോഴും ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തത് കണ്ടെത്തുക എന്നുള്ളതല്ല. നിലവിലുള്ള പ്രൊഡക്റ്റിനെ തന്നെ കൂടുതൽ സൗകര്യപ്രദമാക്കാം, കൂടുതൽ വിശ്വസനീയമാക്കാം, ഒരു പ്രത്യേക കസ്റ്റമർ സെഗ്മെന്റിന് അത് അനുയോജ്യമാക്കി ഇറക്കാം, മികച്ച സർവീസിനൊപ്പം നൽകാം, വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയി മാറ്റാം. ഇതൊക്കെ ഇന്നോവേഷൻ തന്നെയാണ്. ഇനി 3ാമത്തെ കാര്യം, സ്വന്തം സ്ട്രെങ്ത് അടിസ്ഥാനമാക്കി സ്ട്രാറ്റജി നിർമ്മിക്കുക. മറ്റൊരാളുടെ സ്ട്രെങ്ത് അടിസ്ഥാനമാക്കി സ്ട്രാറ്റജി നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. പകരം ചോദിക്കുക, നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? അത് ചിലപ്പോൾ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആയിരിക്കാം, കസ്റ്റമർ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് സ്പീഡ്, കസ്റ്റമൈസേഷൻ, കൺവീനിയൻസ്, എക്സ്പെർട്ടൈസ്, ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് ആയിരിക്കാം. അങ്ങനെ ആ സ്ട്രെങ്ത്തിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ മാർക്കറ്റ് പൊസിഷനിങ് നിർമ്മിക്കുക. അപ്പോൾ കോമ്പറ്റീറ്ററിന് ഒരു പുതിയ ആശയം കൊണ്ടുവന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു 4 ഘട്ടങ്ങളായിട്ട് അതിനെ പിന്തുടരണം. ഒബ്സർവ്, അണ്ടർസ്റ്റാൻഡ്, അഡാപ്റ്റ്, ഡിഫറൻഷിയേറ്റ്. ഈ 4 കാര്യങ്ങൾ ചെയ്യണം നല്ലതാ. ഒബ്സർവ്, അണ്ടർസ്റ്റാൻഡ്, അഡാപ്റ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ്. ആദ്യം നിരീക്ഷിക്കുക, അത് വിജയിച്ചതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമായ രൂപത്തിലേക്ക് അതിനെ മാറ്റുക, അവസാനം അതിൽ നമ്മുടെ ഒരു വ്യത്യാസം സൃഷ്ടിക്കുക. അങ്ങനെ വന്നാൽ അത് വിജയിക്കും. കാരണം ബിസിനസ്സിൽ മറ്റുള്ളവരെ കോപ്പി ചെയ്താൽ നമ്മളെല്ലായ്പ്പോഴും അവരുടെ പിന്നിലായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ കസ്റ്റമറിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് സ്വന്തം പ്രൊഡക്റ്റ്, സൊല്യൂഷൻ, സിസ്റ്റം അതൊക്കെ വികസിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ സ്വന്തമായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം, കോപ്പിയിങ് ക്രിയേറ്റ്സ് കമ്പാരിസൺ, ഡിഫറൻസിയേഷൻ ക്രിയേറ്റ് കസ്റ്റമർ പ്രിഫറൻസ്. കോമ്പറ്റീഷനെ എപ്പോഴും അറിയണം, ശ്രദ്ധിക്കണം. എന്നാൽ മാർക്കറ്റിൽ നിന്ന് പഠിക്കാൻ നോക്കുക. അത് മറ്റൊരു സ്ഥാപനത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയി മാറാനാകരുത് ശ്രമിക്കേണ്ടത്. നമ്മുടെ ബിസിനസ് വിജയിക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, നമ്മുടേതായിട്ടുള്ള വാല്യൂ, നമ്മുടെ പ്രൊഡക്റ്റ്, കസ്റ്റമർ എക്സ്പീരിയൻസ് അതുണ്ടായിരിക്കണം. കാരണം ബിസിനസ്സിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ ബിസിനസ്സിൽ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു കാര്യം എന്താണെന്ന് എല്ലാവരും ഒന്ന് കണ്ടെത്തണം. ഇപ്പൊ നമുക്ക് അതിന് വ്യക്തമായ ഒരു ഉത്തരമില്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് ടീം ഒന്നടങ്കം ഇരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ ചോദ്യം അത് തന്നെയാണ്. ശ്രദ്ധിക്കുക. താങ്ക് യു.